ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കനക ഗൗതം വ്ലോഗ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ റോസ്മേരി വാട്ടറിനെ കുറിച്ച് പറയാനായിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ റോസ്മേരി വാട്ടർ അല്ലെങ്കിൽ റോസ്മേരി ഓയിൽ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. ശരിക്കും ഇത് നമുക്ക് നല്ലതാണോ, ഇതിലെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ റോസ്മേരി വാട്ടർ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴല്ല, ഞാനൊരു 6-7 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായ രീതിയിൽ മുടിപൊഴിച്ചിലുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ഡയറ്റ് ചെയ്യുന്ന ടൈമിൽ നോർമലി മുടിപൊഴിച്ചിലുള്ളതാണ്. രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ PCOD ഉള്ളപ്പോൾ ഒരു ദൈവം അനുഗ്രഹിച്ച് വിട്ട പോലെ ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു മുടിപൊഴിച്ചിൽ. അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ എൻ്റെ മുടി പൊഴിയുന്നുണ്ട്. ഇപ്പം ഒരു 90%ഓളം അത് കൺട്രോൾ ആയി എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പം ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. അതിൽ ഞാൻ ഒരു ഹെയർ ടോണിക്കും ഒരു ഹെയർ ക്രീമിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ലോങ് വീഡിയോ ആണ്. ഞാൻ ലിങ്ക് ഇവിടെ എവിടെയെങ്കിലും ഐക്കാർട്ടിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ ഓൾറെഡി ഞാൻ റോസ്മേരി ലീവ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഹെയർ ടോണിക് ഉണ്ടാക്കി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അതിലിട്ടുണ്ട്. അതിൽ റോസ്മേരി ലീവ്സ് മാത്രമല്ല കേട്ടോ, വേറെ കുറച്ച് സംഭവങ്ങൾ കൂടി ചേർത്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ മുടിക്ക് വളരെ നല്ല സംഭവങ്ങളാണ് കേട്ടോ. പിന്നെ അതിൽ തന്നെ ഒരു ഹെയർ സെറം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതും ഹോം മെയ്ഡ് ആണ്. അതും നമ്മുടെ മുടി ഭയങ്കര ഫിസി ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ്. അപ്പം യൂഷ്വലി ഞാനത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാനിപ്പോൾ ഒരു 4-5-6 മാസമായിട്ട് ഞാനിപ്പോൾ ഈ റോസ്മേരി വാട്ടർ ഞാൻ ഈ മുടിയിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടിരുന്ന റോസ്മേരിയുടെ ഓയിലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, എനിക്ക് ഭയങ്കരമായ രീതിയിൽ ഡാൻഡ്രഫ് ഉണ്ട്. അപ്പോൾ ഈ ഓയിൽ ഒരുപാട് ചെല്ലുമ്പോൾ നമ്മുടെ ഡാൻഡ്രഫിന് അത്ര നല്ലതല്ലല്ലോ. മാത്രമല്ല, ചെറുതായിട്ട് ഒരു എരിച്ചിൽ പോലൊരു ഫീലിംഗ് ഉണ്ട് കേട്ടോ ഈ റോസ്മേരി ഓയിൽ തേക്കുമ്പോൾ. അപ്പോൾ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ടും മാത്രമല്ലാതെ ഡെയിലി ഈ ഒരു മുടി പൊഴിച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, അങ്ങനെയാണ് ഞാനൊരു ഹെയർ ടോണിക് ഉണ്ടാക്കിയത്. നമ്മുടെ റോസ്മേരി ലീവ്സിൻ്റെ ആണ്. അത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് വേണമെങ്കിൽ ആ വീഡിയോ കാണും. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതേ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് വെറും റോസ്മേരി ലീവ്സും പിന്നെ ഇതിനകത്തൊരു 2-3 ഗ്രാമ്പും മാത്രമാണ് ഞാൻ ഇട്ട് തിളപ്പിച്ചെടുത്ത വെള്ളമാണ്. ഇതിൻ്റെ ഈ കളർ കണ്ടോ നിങ്ങൾ? ഇതിപ്പോൾ ഒരു 3-4 ദിവസം ആയതുകൊണ്ടാണ് ഈ കളർ ഈ ഒരു കോലത്തിലിരിക്കുന്നത്. അപ്പം ഞാൻ ഇത് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു റോസ്മേരി ലീവ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ടോണിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു റോസ്മേരിയുടെ ലീവ്സ് ആണ് കേട്ടോ. ഇത് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. റേറ്റ് ഒക്കെ ഭയങ്കര കുറവാണ്. ഇത് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാൻ കാണും കേട്ടോ. ഇതിന് കുറച്ച് മതി. ഞാനിത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാനൊരു ഷോർട്സ് ആയിട്ട് പിന്നെ ഞാൻ ചെയ്തേക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മുന്നേ ചെയ്തിരിക്കുന്ന വീഡിയോ ഒന്ന് നോക്കിയാൽ മതി. അതിൽ ഓൾറെഡി ഇതുണ്ട്. ഞാനൊരു 3-4 മാസം മുന്നേ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഡെയിലി ഞാൻ സ്പ്രേ ചെയ്ത് മുടിയിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നത്. അപ്പം എനിക്ക് ഇതിലുണ്ടായ ഒരു നല്ല കാര്യം എന്തൊക്കെയാണെന്നും മോശം കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ. എല്ലാം നല്ല അഡ്വാൻറ്റേജ് മാത്രമല്ല, ഇതിന് ഡിസഡ്വാൻറ്റേജും എൻ്റെ ഹെയറിന് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ വേറൊരു സംഭവം കൂടെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ കളർ മാറും. ഭയങ്കര തണുപ്പാണ്. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിന് പകരമായിട്ട് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇത് മറ്റേ ആൽഫ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടറാണ് കേട്ടോ. അപ്പം കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. കാരണം മറ്റേ സംഭവം ഞാൻ ഉണ്ടാക്കിയത് തണുപ്പായതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് എനിക്കൊരു 1 മണിക്കൂറൊക്കെ വെളിയിൽ വെച്ചിട്ട് എൻ്റെ തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് വെളിയിൽ വെച്ച് യൂസ് ചെയ്യാം. മാത്രമല്ല, പ്രത്യേകിച്ച് ഒരു പൊട്ടമണമോ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയാണ് ഇത് ഞാൻ വാങ്ങിയത്. പിന്നെ ഇത് ഒരാഴ്ച കൂടുതൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഫ്രിഡ്ജിലാണെങ്കിലും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ സംഭവം വാങ്ങിയത്. ഇത് ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിയ സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇത്രത്തോളം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. റീസൺ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, റോസ്മേരി വാട്ടർ കൊണ്ട് എനിക്കുണ്ടായ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ, നല്ല രീതിയിൽ മുടി പൊഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ട്. മുടി പൊഴിച്ചിൽ കുറഞ്ഞ് 1% പോലും ഇല്ല എന്നല്ല, നല്ല രീതിയിൽ എൻ്റെ മുടി പൊഴിച്ചിൽ കുറച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളതിനേക്കാളും ഒരു 80-85% എൻ്റെ മുടി പൊഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ട്. ഈ PCODും ഡയറ്റൊക്കെ ആയിട്ട് ഇരുന്നിട്ട് പോലും. പിന്നെ ഒരു രണ്ടാമത്തെ കാര്യം, ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ആവുന്നുണ്ട്. ബേബി ഹെയർസൊക്കെ ഭയങ്കരമായ രീതിയിൽ എനിക്കുണ്ട്. എനിക്കിതേ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. കാണിച്ചു തരാവേ. ഇതൊക്കെ കണ്ടോ, ഈ സംഭവമൊക്കെ. ഇതൊക്കെ എനിക്ക് ഇത് യൂസ് ചെയ്തതിന് ശേഷം വന്നതാണ് കേട്ടോ. കുറേ ബേബി ഹെയർസ് വന്നിട്ടുണ്ട്. ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഓൾറെഡി ഈ ഒരു സ്പ്രേ ടൈപ്പാണ് വരുന്നത്. കണ്ടോ,
ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഞാൻ മുടിയിൽ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ, മുടി ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇതേ ഇങ്ങനെ അങ്ങോട്ട് വകച്ചിലെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ 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 സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഇത് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം അങ്ങനെ മസാജ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ സംഭവം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ, റോസ്മേരി ലീവ്സ് ഓൾറെഡി നമ്മുടെ മുടിക്ക് നല്ലതായിട്ടൊരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. രണ്ടാമത്തെ കാര്യം, നമ്മളിതിങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതോടു കൂടിയും ഹെയർ ഗ്രോത്ത് ഭയങ്കര രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിത് യൂസ് ചെയ്യുമ്പോൾ. ഇതാകുമ്പോൾ അത്ര വലിയ സ്മെല്ലില്ല, നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് എപ്പോൾ വേണമെങ്കിലും എടുത്ത് സ്പ്രേ ചെയ്യാം. നല്ല സ്പ്രേയറാണ് കേട്ടോ ഇതിലുള്ളത്. അതാണ് ഞാൻ ഇത് വാങ്ങാൻ കാര്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ ഒരു ഗുണങ്ങൾ. പിന്നെ മാത്രമല്ല, നമുക്ക് ഓയിലൊക്കെ യൂസ് ചെയ്യാൻ മടിയുള്ളവർക്കാണെങ്കിൽ ഈ ഒരു സ്പ്രേ പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ എപ്പോഴും ഓയിൽ ഇട്ടിരിക്കലും കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ ഈ ഒരു സ്പ്രേ നമുക്ക് എന്നും യൂസ് ചെയ്യുകയും ചെയ്യാം, മുടി നല്ല രീതിയിൽ വളരുകയും ചെയ്യും. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് രാത്രി കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഇതൊന്ന് സ്പ്രേ ചെയ്ത് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് മുടി അയച്ചിട്ടേക്കും കേട്ടോ. കാരണം ആ ഒരു നനവൊക്കെ ഒന്ന് ഉണങ്ങണമല്ലോ. ഉണങ്ങിയതിന് ശേഷം നല്ല രീതിയിൽ കെട്ടിവെച്ച് കിടന്നുറങ്ങും കേട്ടോ. അതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ ഉണ്ടാക്കിയ സംഭവം ഉണ്ടല്ലോ, ഇതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ നിന്ന് 1 മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെക്കണം. കാരണം ഭയങ്കര തണുപ്പാണ്. അപ്പോൾ നമുക്ക് തലനീരിറങ്ങാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് സെയിം അതേപോലെ തന്നെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് തലയിൽ കൊടുക്കും. എന്നിട്ട് മസാജ് ചെയ്യും. അങ്ങനെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനൊരു 2 ദിവസമൊക്കെ കഴിയുമ്പോൾ ഒരു പൊട്ട സ്മെല്ല് വരും കേട്ടോ. അപ്പം നമ്മൾ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കാണെങ്കിലോ, ഇനിയിപ്പോൾ അല്ലാതെ ഇപ്പം എണ്ണ തേക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ വളരെ നന്നായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇതിൻ്റെ ഒരു ദോഷവശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ഇത് സ്പ്രേ ചെയ്തിട്ട് ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ, ഡേ ടൈമിലൊക്കെ ചെയ്യുകയാണെങ്കിൽ, പുറത്ത് പോകുന്ന ടൈമിൽ ഈ ഒരു നനവ് ഇങ്ങനെ ഇരിക്കുമല്ലോ. അപ്പോൾ ഭയങ്കരമായിട്ട് ഡേർട്ട് അടിഞ്ഞു കൂടാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ഏറ്റവും നല്ലത് രാത്രി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾക്ക് ഡാൻഡ്രഫോ ഡ്രൈ സ്കാൽപ്പോ ഒക്കെ ആണെങ്കിൽ അതിനെ കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഹോം മെയ്ഡായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം യൂസ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഭയങ്കരമായ ഒരു ഡ്രൈ സ്കാൽപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്ന ടൈമിൽ കുറച്ചും കൂടെ ആ ഒരു ഇച്ചിനെസ്സും ആ ചൊറിച്ചിലൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കൂടെ കൂടിയ പോലൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. അത് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഡാൻഡ്രഫോ ഡ്രൈ സ്കാൽപ്പോ ഒക്കെ ആണ് എങ്കിൽ നിങ്ങൾ ആദ്യം അത് മാറ്റിയിട്ട് ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അതിൻ്റെ കൂടെ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ പ്രശ്നമാകത്തുള്ളൂ. കാരണം നമ്മൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം യൂസ് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളയാട്ടോ. ഞാനിത് അങ്ങനെ വെക്കാറേ ഉള്ളൂ. ഞാൻ ഡെയിലി തല കുളിക്കുന്ന ഒരു ആളല്ല. അപ്പോൾ ഇന്ന് ഞാൻ തല കുളിക്കുകയാണെങ്കിൽ നാളെ തല കുളിക്കില്ല, മറ്റന്നാളാണ് തല കുളിക്കുന്നത്. ദേഹം കുളിക്കും കേട്ടോ, തലയുടെ കാര്യം പറഞ്ഞത്. അപ്പം ഇപ്പം ഇന്ന് ഞാൻ രാത്രി ഇത് സ്പ്രേ ചെയ്ത് കിടന്നിട്ട് നാളെ എനിക്ക് രാവിലെ ഞാനൊരു വൈറ്റിനകത്ത് കുളിച്ചില്ല, വൈകിട്ട് ഞാൻ വീണ്ടും ഇത് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ ഡാൻഡ്രഫിനൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് നല്ല രീതിയിൽ ചൊറിയാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഡെയിലി തല കുളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തേച്ച് രാത്രി കിടന്ന് ഉറങ്ങാൻ കുഴപ്പമില്ല. പക്ഷെ അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നോക്കുക. അപ്പോൾ ഡാൻഡ്രഫിനെ കുറിച്ചും ഡ്രൈ സ്കാൽപ്പിനെ കുറിച്ചും ഒക്കെ ഞാനൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. അതായത് എന്താണ് ഡാൻഡ്രഫ്, എന്താണ് ഡ്രൈ സ്കാൽപ്പ്, അപ്പോൾ രണ്ടും ഒന്നാണെന്നൊക്കെ കരുതി ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ട്. പക്ഷെ അതൊക്കെ ആണ് മണ്ടത്തരാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഇതിനെക്കുറിച്ച് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നല്ല സംഭവമാണ്. ഹെയർ ഗ്രോത്ത് ഉറപ്പായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. 100ൽ 100 ആണ്. കാരണം എനിക്ക് ഒത്തിരി ബേബി ഹെയർസൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ, കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഈ കിളിച്ച് വന്ന മുടികളാണ് കേട്ടോ. അപ്പം ഒരുപാട് ബേബി ഹെയർസ് കളിക്കുന്നുണ്ട്, മുടി പൊഴിച്ചിൽ നല്ല രീതിയിൽ കുറയ്ക്കുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കേണ്ടവർക്ക് വീട്ടിൽ ചെയ്യാനാണെങ്കിൽ ഇത് വാങ്ങാം. ഇങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിയാൽ കുറേ കാലത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അതല്ലെങ്കിൽ ഇതേപോലെ ഒരു ആൽഫ് ഗുഡ്നസിൻ്റെ വാങ്ങിയാൽ ഇത് പിന്നെ പെട്ടെന്ന് അങ്ങ് തീർന്നു പോട്ടോ, നമുക്ക് മുതലാവില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ 5 മാസം മുന്നേ ആണെന്ന് തോന്നുന്നു, 5-4 മാസം മുന്നേ യൂട്യൂബൊക്കെ തുടങ്ങിയ ടൈമിൽ ചെയ്തതാണ്. ഞാൻ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ റോസ്മേരി ടോണിക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻസ് ആയിട്ട് ഇട്ടാൽ മതി. പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം, എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഡൗട്ട്സ് ആണെങ്കിലും എന്നോടല്ലാതെ എന്തെങ്കിലും പറയാനാണെങ്കിലും എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻസ് ആണ് എനിക്ക് ഏറ്റവും വലിയൊരു പ്രചോദനം. അതായത് നിങ്ങൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു പ്രചോദനം എനിക്ക് അതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.